ശരണം ഗുരുബാബ, അന്ത്യശരണം ഗുരുബാബ. എല്ലാവർക്കും നമസ്കാരം. സങ്കടമോചൻ പത്രിക ഭഗവാൻ ഗുരുബാബയ്ക്ക് സമർപ്പിച്ചതിൻ്റെ മറുപടി 1 മണിക്കൂറിനുള്ളിൽ വന്നു. അത് അച്ചടിച്ച പേപ്പർ കട്ടിങ്ങുകൾ ആയിരുന്നു. അമാവാസി, പൗർണമി ഉപവാസം, ആ ദിവസങ്ങളിൽ മൗനവ്രതം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങൾ രാത്രി 12 മണിക്കൂർ മൗനവ്രതം. പിന്നെ ചതുർത്ഥി ആചരണം. അന്നേ ദിവസം അന്നപ്രസാദം മാത്രം കഴിക്കുക. അരയാൽ പ്രദക്ഷിണം എല്ലാ ദിവസവും ചെയ്യുക. സാധ്യമല്ലെങ്കിൽ സ്വന്തം നാളിന് 6 മണിക്ക് മുന്നേ ആഹാരം കഴിക്കുക. സിനിമ കാണാതിരിക്കുക. ഇത്രയും ഭഗവാൻ തന്ന അനുഷ്ഠാനങ്ങൾ. പിന്നൊരിക്കൽ വെളുത്ത ഷഷ്ടിക്ക് ആശ്രമത്തിൽ എത്തുകയും അവിടെ അന്ന് താമസിക്കുകയും ചെയ്തു. അന്ന് അവിടെ നിന്നിരുന്ന സഹോദരി ഷഷ്ടി ഇനി മുതൽ എടുക്കാൻ പറഞ്ഞു. അതിനുശേഷം ഷഷ്ടിയും എടുക്കുന്നുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളിൽ വന്ന സംശയങ്ങളെല്ലാം ഓഫീസിലുള്ള സഹോദരി വിശദമായി പറഞ്ഞു തന്നു. അന്ന് രാത്രി ആശ്രമത്തിൽ നിന്നു 7 മണിക്ക് മുന്നേ പ്രസാദം കഴിച്ചു. അതിനുശേഷം സേവനത്തിന് താല്പര്യമുള്ളവർ വരാൻ പറഞ്ഞു. ആദ്യമായി വന്നവർ വരിക എന്നും പറഞ്ഞു. അടുക്കള ഭാഗത്ത് എത്തിയ ഞങ്ങൾ ആശയക്കുഴപ്പത്തിലായി. കൊട്ടത്തളത്തിൽ പാത്രങ്ങളുണ്ട്, പക്ഷേ എല്ലാം കഴുകി വെച്ച പോലെയുണ്ട്. കഴുകാൻ വെച്ച പാത്രങ്ങളിൽ ആഹാരാവശിഷ്ടങ്ങൾ ഒട്ടും തന്നെയില്ല. അപ്പോഴേക്കും അതിലെ വന്ന സഹോദരി സഹോദരി കഴുകി ഇവിടെ കമിഴ്ത്തി വെച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് കഴുകി വെച്ചു. അവിടുത്തെ വാഷ് ബേസിലും അടുക്കളയിലും കൊട്ടത്തളത്തിലുമെല്ലാം വളരെ വൃത്തിയായി തന്നെ കിടക്കും. അവിടെയുള്ളവരെല്ലാം 9 മണിക്ക് ഉറങ്ങി. കൂടെ ഞങ്ങളും 4 മണിക്ക് എഴുന്നേറ്റു. 9 മണിക്കുള്ള സങ്കടമോചൻ ഭജനയിൽ പങ്കുചേർന്നു. കൃഷ്ണൻ്റെയും അയ്യപ്പൻ്റെയും ദേവീ കീർത്തനങ്ങൾ കേട്ടിരുന്ന എനിക്ക് ഗുരുഭജന ഒരു വ്യത്യസ്ത അനുഭൂതി നൽകി. എല്ലാവരും നന്നായി പാടുന്നുണ്ട്. ഇനി വരുമ്പോൾ ഒരു ഭജന ചൊല്ലണം എന്ന ആഗ്രഹം മനസ്സിലുദിച്ചു. ഭജനാവലി വാങ്ങിവെച്ചു. ഭജന കഴിഞ്ഞ ഉടൻ തന്നെ ഭഗവാന്റെ ദർശനം. അങ്ങനെ ആദ്യമായി എത്തിയ ഞങ്ങൾക്ക് ഭഗവാന്റെ ദർശനം 2 പ്രാവശ്യം കാണാനുള്ള ഭാഗ്യമുണ്ടായി. പിന്നീട് പ്രസാദവൂട്ട്. അതിനുശേഷം വൈകാതെ അവിടെ നിന്നിറങ്ങി. ബസ്സിലിരുന്നപ്പോൾ ഞാൻ വെറുതെ ചിന്തിച്ചു, എന്താ ഇപ്പോൾ ഉണ്ടായത്? ഭഗവാനെ കണ്ടു, ഒന്നും പറഞ്ഞില്ല. കുറച്ച് അനുഷ്ഠാനങ്ങൾ തന്നു. ആദ്യമായി തന്നതുമായ ആ മൗനവ്രതവും അരയാൽ പ്രദക്ഷിണവും ഒക്കെ നടക്കുമോ? പല ചിന്തകളാൽ ഞാൻ അസ്വസ്ഥയായി. 5/10/2015 ആചാരാനുഷ്ഠാനത്തിന് തുടക്കം കുറിച്ചു. 6 മണിക്ക് മുന്നേ പച്ചരിക്കഞ്ഞി ഉണ്ടാക്കി കുടിച്ചു. പിറ്റേ ദിവസം ചൊവ്വാഴ്ച മൗനവ്രതം ചൊവ്വാഴ്ച 6 മണി മുതൽ തുടങ്ങി പിറ്റേന്നാൾ 6 മണിക്ക് തടസ്സങ്ങളില്ലാതെ അവസാനിച്ചു. മനസ്സിനൊരു ശാന്തിയും ആത്മധൈര്യവും ഒക്കെ വരാൻ തുടങ്ങി. അരയാൽ പ്രദക്ഷിണത്തിന് 4 കിലോമീറ്റർ ദൂരെയുള്ള അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് 6 മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങി. അതും 7 മണിക്ക് മുന്നേ പൂർത്തീകരിച്ചു. തന്നിരുന്ന അനുഷ്ഠാനങ്ങൾ ജീവിതചര്യയായി മാറാൻ അധിക കാലതാമസമൊന്നും വേണ്ടി വന്നില്ല. ഉപവാസം മിച്ചം സമർപ്പിക്കാൻ 3 മാസം കൂടുമ്പോൾ ആശ്രമത്തിൽ എത്തും. 3 പ്രാവശ്യം വന്നപ്പോഴും ഭജന ചൊല്ലാൻ അവസരം ലഭിച്ചില്ല. ഇനി വരുമ്പോൾ എന്തായാലും ചൊല്ലണം എന്ന ഉറപ്പോടെ വീണ്ടും തിരികെ പോന്നു. അങ്ങനെ 4ാമത് വന്നപ്പോൾ ഭജന തുടങ്ങിയിരുന്നു. ഹാൾ നിറയെ ഭക്തരുണ്ട്. പാടണമെന്ന ദൃഢനിശ്ചയത്തോടെ ഭജനയിൽ പങ്കെടുത്തു. പാടിയിരുന്നവർ നിർത്തിയപ്പോൾ ഒരു കാരണവർ പാടി. വീണ്ടും പല പ്രാവശ്യം പാടുന്നവർ തന്നെ പാടുന്നുണ്ട്. മറ്റാരും പാടുന്നില്ല. അവർ നിർത്തിയതും ഞാൻ പെട്ടെന്ന് ഇന്ദുകലാധര നന്ദനനെ എന്ന് തുടങ്ങുന്ന ഭജനയുടെ ആദ്യ വരി ചൊല്ലിയതും നിർത്തു സഹോദരി എന്ന് പാടുന്ന ഭക്തൻ എന്നോട് പറഞ്ഞു. ഞാൻ ഭയത്തോടെ പെട്ടെന്ന് എന്താ കാര്യമെന്നറിയാതെ അമ്പരപ്പോടെ 4 പുറവും നോക്കി. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ഇത്രയും ആളുകളുടെ ഇടയിൽ അപമാനിതയായ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോഴേക്കും ഒരു തുണ്ട് കടലാസ് പാടരുത് എന്ന് പറഞ്ഞ സഹോദരൻ എൻ്റെ കയ്യിൽ തന്നു പറഞ്ഞു, ഭഗവാൻ കൊടുത്തു വിട്ടതാ, ആര് പറഞ്ഞിട്ടാ മറ്റുള്ളവർ പാടുന്നതെന്ന് ചോദിച്ച്. അപ്പോൾ എനിക്കത് വായിക്കാൻ കഴിഞ്ഞില്ല. കണ്ണീരാൽ അക്ഷരങ്ങൾ വ്യക്തമായില്ല. ആ നിമിഷം ഞാൻ ചിന്തിച്ചത് ഒരു പ്രാണിയായി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്നായിരുന്നു. മരവുമല്ല മനുഷ്യനുമല്ലാത്ത അവസ്ഥയിൽ ഭജന കഴിയുന്നതുവരെ അവിടെയിരുന്നു. ഭഗവാന്റെ ദർശനവും പ്രസാദവൂട്ടും കഴിഞ്ഞതും ഭക്തർ കുറേ ഒഴിഞ്ഞു. പാടിയിരുന്ന ഭക്തൻ പോയിരുന്നില്ല. അദ്ദേഹം എന്നെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, ഭഗവാൻ ഇന്ന് എന്നോടും മറ്റൊരു വനിതാ ഭക്തയോടും മാത്രം ഭജന ചൊല്ലാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതാണ് മറ്റാർക്കും ഇന്ന് പാടാൻ അവസരമുണ്ടാകാതിരുന്നത്.
പിന്നെ മറ്റൊരു കാര്യം, ഭജനാവലിയിലുള്ളതല്ല ഞങ്ങൾ പാടുന്നത്, സ്വന്തമായി എഴുതി കൊണ്ടുവന്നതാണ്. ഭഗവാൻ അതാണ് ഏറെ ഇഷ്ടമെന്ന്. ഞാൻ കുറച്ചു നേരം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. പിന്നീട് ഞാൻ ഭഗവാന്റെ വലിയ ഫോട്ടോയിലേക്ക് നോക്കി. ഭഗവാന്റെ പുഞ്ചിരിക്കുന്ന ഭാവം എൻ്റെ മനസ്സിലേക്ക് 1000 പൂത്തിരി കത്തിച്ചു വെച്ച പ്രഭ വരുത്തി. അപ്പോഴേക്കും ഞാൻ 28 വർഷം പിന്നോട്ട് പോയിരുന്നു. ഒന്നുകൂടി ശ്രമിച്ചുകൂടെ? ശബ്ദമില്ലാത്ത ചോദ്യം ഹൃദയത്തിലേക്ക് അലയടിച്ചു കൊണ്ടേയിരുന്നു. ഇനി ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. മുമ്പ് എഴുതിയിരുന്നതല്ലേ എന്നൊരു ഓർമ്മ മനസ്സിലേക്ക് വന്നത് ഒട്ടും വൈകിയില്ല. അപ്പോൾ തന്നെ ഞാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. ആശ്രമത്തിൽ നിന്നും പോകുന്നതിന് മുമ്പ് 12 വരി കാണാപ്പാഠമാക്കി. ബസ് യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും കടലാസും പേനയും എടുത്ത് 24 വരി ഞാൻ എഴുതി വെച്ചു. അടുത്ത അനുഭവം വീണ്ടും പറയുന്നതായിരിക്കും. നമസ്തേ.